അരങ്കമ്മ തിരട്ടുമേ ആദ്യം 2 പ്രാവശ്യം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചപ്പം ആണ്ട 2 പ്രാവശ്യം ലിറിക്സ് ഒന്ന് കേട്ട് നോക്കിയപ്പോഴേക്കും സംഭവം സെറ്റ്. എവിടെ സൺ ടി വി? യെസ്, വന്നടേ 3 മിനിറ്റും 2 സെക്കൻഡും ഉള്ള ട്രെയിലർ. സൗബിൻ നാഗാർജുന സൗബിന് നല്ല റോളുണ്ട് കേട്ടോ. കൈതി പോലത്തെ സീനുകളൊക്കെ ഉണ്ട്. സൂപ്പർ സ്റ്റാർ ചെറുക്കൻ. ഇങ്ങനെ ഇരുന്ന് വേറെ തമിഴ് പടത്തിൽ വന്നിട്ടില്ലല്ലോ അല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ? ഗിരീഷ് കങ്കാരനോടെ ഓ എന്തൊരു സ്റ്റൈലോടെ, എന്ത് സ്വാഗടേ കയറി തീന്നാ ഇത്ര തന്നെ. അയ്യോ പെട്ടെന്ന് എൻ്റെ ആയിപ്പോയല്ലോ. ലോകേഷ് കനകരാജ് ഓവർ റേറ്റഡ് ആണേ. ലോകേഷ് കനകരാജിൻ്റെ സ്റ്റോക്ക് തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലിയോ കഴിഞ്ഞപ്പോൾ കുറേ എണ്ണം കരച്ചിലുണ്ടായിരുന്നേ. എനിക്ക് ലിയോ കണ്ട് സെക്കൻഡ് ഹാഫിൽ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞപ്പോഴേക്കും മൊത്തം ഡൗൺ ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് അത്ര ഹെവി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് ഹാഫ് കാണണമെന്നാണ് റിവ്യൂ ഇട്ടത്. പിന്നെ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്. ഞാൻ അത്രയും വീണ്ടും റിപ്പീറ്റായിട്ട് കണ്ട ഒരു സിനിമയില്ല. എന്ത് രസമാണ് അവസ്ഥത്തെ ക്ലൈമാക്സ്, ആ ഒരു ഫൈറ്റ്, ലാസ്റ്റത്തെ അങ്ങനെ ഒരു ഇരിപ്പ്, സ്റ്റൈല്, സ്വാഗും ഒക്കെ. ഫസ്റ്റ് ഹാഫ് അത്ര ഹെവി ആയിട്ടാണ്. ഫ്ലാഷ് ബാക്ക് പിന്നെ കുറച്ച് ആ ഒരു 3 പോർഷൻ മാത്രമാണ് കൊള്ളില്ലായിരുന്നു. പക്ഷേ അയാളുടെ ക്രാഫ്റ്റ് ഇപ്പം ആ ഒരു ചേസിങ് സീനുണ്ടല്ലോ, അത് നല്ല VFX ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു തോട്ട് അടിപൊളിയാണ്. അതിൽ ഉദ്ദേശിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ. പക്ഷേ അത് VFX ചെയ്ത് കൊളാക്കിയതാണ്. അല്ലെങ്കിൽ അത് ഹെവി സാധനം ആവേണ്ട സീനുകളായിരുന്നു. ലൊക്കേഷൻ്റെ ക്രാഫ്റ്റ് ഒന്നും പോയിട്ടില്ല മക്കളെ. ഗംഭീര മേക്കിംഗ്. ഗിരീഷ് കങ്കാറിൻ്റെ DOP പൊളിച്ചടുക്കും. പക്ഷേ ഒരു ഹൈ ഭീകര സാധനമൊന്നും ഇല്ല. അത് പടത്തിലായിരിക്കും കാണുന്നത്. ഇപ്പം ലിയോയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോഴും ഒരു ഭീകര സംഭവം പോലെ ഒന്നും തോന്നിയില്ല. പടപടയെ കുറേ ഫ്രെയിംസ് ഇങ്ങനെ കാണിച്ച് പോകുന്നില്ലാതെ വേറെ ഒന്നുമില്ല. ഇനി നമുക്കൊന്ന് ഇരുത്തി ഒന്ന് കണ്ടു നോക്കാം. 3 മിനിറ്റ് പോയത് അറിഞ്ഞില്ല കേട്ടോ. പക്ഷേ വാൻഹായി ഡ്രഗ്സ് അല്ലേ ഇതിൻ്റെ ഇടയിൽ രേനി അത് വന്നിട്ടുണ്ട്. ഈ കൂലിക്കാരുടെ ഇടയിൽ സൗബിൻ നെഗറ്റീവ് ഷെയ്ഡായിരുന്നു. അണ്ടർ കവർ ഓപ്പറേഷനാണ്. ഉപേന്ദ്രയെ കുറച്ചേ ഉള്ളൂ തോന്നുന്നു. ഇയാൾ ഒരു രക്ഷയില്ലടേ. അമീർ ഖാൻ തകർത്ത് വാരും. അമീർ ഖാനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചാർജ് ആവുകയാണ് ഇതിനകത്ത്. ഇത് ചെറിയ ഒരു ഫ്രെയിംസ് കാണിച്ചാലും മതി. അമീർ ഗെറ്റപ്പ് ഒരു രക്ഷയില്ല. ഇങ്ങനെ മറ്റേ കോർപ്പറേറ്റ് അവിടെ ഇരുന്നിട്ടുള്ള പരിപാടികൾ മാത്രമേ കാണുള്ളൂ തോന്നുന്നു. നാഗാർജുന ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള പരിപാടിയില്ലെന്ന് തോന്നുന്നു. ഇപ്പം കാണിച്ചത് ഉപ്പിയുടെ ഫൈറ്റ് ഉണ്ട്. ഉപ്പിയുടെ ഒരു അടിപൊളി ഫൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പാട്ട് അല്ലല്ലേ പോലെ ആ നെഗറ്റീവിന് പഴയ ധൈര്യം വരട്ടെ. 14-ാം തീയതി സെലിബ്രേഷൻ. 14-ാം തീയതി രാവിലെ 7 മണിക്ക് ഷോ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും രാവിലെ തന്നെ കാണും. എത്ര ദിവസം കൊണ്ട് കാത്തിരിക്കണം. എത്ര പേരായിട്ട് വരാ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.